ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷയൊന്ന് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ അത് സമ്മതിക്കുന്നില്ല. ശിവയാണെങ്കിലോ നല്ല ആലോചനയിലാണ്. മറ്റൊന്നല്ല, എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ശ്രീനാഥും വ്യത്യസ്ത രീതിയിലാണ് പറയുന്നത്. അതുപോലെ വിവേകും രണ്ടുപേരും പറയുന്നതിൽ യാതൊരു തരം യോജിപ്പില്ല എന്നുള്ളത് ശിവ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഞ്ജു വരുന്നുണ്ട്. എന്താ ശിവ നീ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അഞ്ജു, എന്തായാലും വിവേക് പറഞ്ഞത് ശ്രീനാഥിനെ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ ശ്രീനാഥ് ആണെങ്കിലോ വിവേകും വർഷയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയ്ക്ക് ഈ അപകടം സംഭവിച്ചതെന്നുള്ളതാണ്. പക്ഷെ രണ്ടുപേരും പറഞ്ഞതിൽ എന്തോ ഒന്ന് മിസ്സിങ് ഇല്ലേ? അപ്പോൾ കള്ളം പറയുകയാണോ എന്നുള്ളതാണ് അഞ്ജു ചോദിക്കുന്നത്. കള്ളം പറയുകയാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അവിടെ ഇവിടെ ഒരു കണ്ണി മിസ്സിങ് ആണ്. പക്ഷേ ആ കണ്ണി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വർഷയ്ക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് പറയാൻ സാധിക്കും, നമുക്ക് അറിയാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് കണ്ടുപിടിക്കണമെന്ന് ശിവയും അതുപോലെ അഞ്ജും കൂടി തീരുമാനം എടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വിവേകും എല്ലാവരും കൂടി വന്നിട്ട് നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, വർഷയെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നു. അയ്യോ, ഡോക്ടറുടെ അനുവാദമില്ലാതെ ഐസിയുനകത്തേക്ക് ആരെയും കടത്തി വിടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഞാൻ ചെയ്യും എന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്ലാസ് ഡോർ കൂടെ നോക്കിക്കോളാനായിട്ട് പറയുന്നു കേട്ടോ. ആ സമയത്ത് എല്ലാവരും വർഷയെ കാണുന്ന സമയത്ത് പൊട്ടിക്കരയുവാണ്. നമ്മൾ അഞ്ജുവിന് ഒട്ടും സഹിക്കാൻ സാധിക്കുന്നില്ല. മക്കളെ, നിങ്ങൾ ഇവിടുന്ന് കരയരുത് എന്ന് നേഴ്സ് പറയുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ, നേഴ്സ് എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. അപ്പോൾ തന്നെ വിവേക് പറയുന്നുണ്ട്, എനിക്കൊന്ന് അവൾ ഒരു മിനിറ്റ് ഒന്ന് കാണാൻ സാധിക്കും അകത്ത് കയറിയിട്ട്. ഇല്ല സർ, കാരണം ഡോക്ടറുടെ അനുവാദമില്ലാതെ ഒരാൾക്കും അകത്തേക്ക് കയറി പോകാനുള്ള അനുവാദമില്ല. ഒരു മിനിറ്റ് മതിയെന്ന് പറയുന്നു. ഇല്ല സർ, അത് സമ്മതിക്കില്ല, ഇൻഫെക്ഷൻ ആവും. ആ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്താ തീരുമാനിച്ചോളാന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വീണ്ടും വിഷമത്തിലാവുന്നുണ്ട് കേട്ടോ വിവേകും എല്ലാവരും കൂടി. ആ സമയത്ത് നമ്മുടെ വിവേകിനോട് പറയുന്നുണ്ട്, ശിവ പറയുന്നുണ്ട്, എന്തായാലും അഞ്ജുവിനെയും കൂട്ടിയിട്ട് വിവേക് വീട്ടിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വായോ. അതിനുശേഷം തന്നെ പിന്നീട് ഞങ്ങളുണ്ടല്ലോ ഇവിടെ, അപ്പോൾ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ നിന്നാൽ നിങ്ങളുടെ സങ്കടം കൂടുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരെയും കൂടി വീട്ടിലേക്ക് അയക്കുന്നു കേട്ടോ. വർഷയുടെ കിടപ്പ് കണ്ടിട്ട് നമുക്ക് പോലും സഹിക്കുന്നില്ല കേട്ടോ. പിന്നെ ശ്രീനാഥിൻ്റെ കാര്യമാണ്, ആ കുടിച്ച് ലെവലില്ലാണ്ട് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും അയാൾ മദ്യപിച്ചു കൊണ്ടേയിരിക്കുക. അയാളുടെ സമനില മറ്റു തെറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് വർഷ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്കറിയായിരുന്നു നിൻ്റെ മനസ്സിൽ എനിക്കൊരു രക്ഷകർത്താവിൻ്റെ സ്ഥാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്കതിന് സാധിച്ചില്ല. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ശ്രീനാഥിനെയാണ് ഞാൻ അവിടെ കണ്ടത്. എത്രയും പിടിച്ചു വെച്ചിട്ട് ആ മനസ്സ് വിട്ടുപോയി. ആ സമയത്ത് അത് നീ കേൾക്കുകയും ചെയ്തു. നിനക്കും വിവേകിനും സന്തോഷത്തോടുകൂടി ജീവിതം ഞാനും ആഗ്രഹിച്ചാണ്. പക്ഷെ എനിക്ക് സാധിച്ചില്ല. കാരണം വിവേക് നിൻ്റെ സ്വന്തമാകുന്ന അറിഞ്ഞ നിമിഷം തന്നെ എനിക്ക് മനസ്സ് കൈവിട്ടു പോയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വീണ്ടും മദ്യപിച്ചിട്ട് ആൾ വല്ലാണ്ട് അവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രീനാഥ്. അതിനുശേഷം വീണ്ടും തന്നെ വിവേകിനെയും അഞ്ജുവിനെയും കാണിക്കുന്നു കേട്ടോ. അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതൊന്ന് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ആക്സിഡൻറ്റ് നടന്നപ്പോൾ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ശരത്ത് വിളിക്കുന്നുണ്ട്. എന്തായി വിവേക്, കാര്യം വർഷയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, അകത്തേക്ക് കയറ്റി വിട്ടില്ല, എന്നാലും ഡോറിലൂടെ ഞങ്ങൾ കണ്ടു അവളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ആരൊക്കെയുള്ളത്? ഞാനും വർഷയുടെ ഫ്രണ്ട്സും ഉണ്ട്. എല്ലാവരും കൂടി അവിടെ നിൽക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല, പിന്നെ എന്ത് ചെയ്യാനാണ് ശരത്ത് എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എന്നാൽ പിന്നെ നിങ്ങൾ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട, വർഷയ്ക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നെ നാളെ ഞാൻ തരാം, എന്തൊരാവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുതെന്ന് ശരത്ത് വിവേകിനോട് പറയുന്നു. തീർച്ചയായും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഞ്ജു ചോദിക്കുന്നത്, ശരത്താണല്ലേ? ആ, ശരത്ത് തന്നെയാണെന്ന് പറയുകയാണ്. നല്ലൊരു മനുഷ്യൻ. കാരണം ഇപ്പോഴൊക്കെ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഡ്രൈവർ എന്തായാലും ഇറങ്ങി ഓടാനാണ് ശ്രമിക്കുക. പക്ഷേ ശരത്ത് അതിനൊന്നും നിന്നില്ല, എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ നിന്നു. നല്ലൊരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ അഞ്ജു പറയുന്നുണ്ട്. അത് സത്യമാണ് അഞ്ജു, നല്ലൊരാളാണെന്ന് പറയുന്നു. നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വീണ്ടും റൂമിലേക്ക് എത്തുന്നുണ്ട്. ഇവർക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട് ടാബിക്കും ശിവയ്ക്കുള്ളത്. നിങ്ങൾ ഈ റൂം ഓക്കെ ആണോ എന്ന് വിവേക് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് 3 പേർക്ക് ഇവിടെ കിടക്കാൻ സാധിക്കും, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. വിവേക് എന്ത് ചെയ്യും? ഞാൻ എന്തായാലും റൂം പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഒഴിവില്ല. എന്തായാലും ഉണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് പിന്നെ ഞങ്ങൾ ഇതുവരെ പുറത്ത് നിന്നോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട, വേണമെങ്കിൽ ക്യാൻറ്റീനിൽ പോയി കഴിച്ചിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും വേണ്ട വിവേക് എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പുറത്തുണ്ടാവും, എന്താവശ്യത്തിനും എന്നെ വന്ന് വിളിക്കണം കേട്ടോ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് സെക്യൂരിറ്റിയും നേഴ്സും വന്നിട്ട് വിവേക് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് വിവേക്, ഇതാണ് വർഷയുടെ കൂടെ നിന്നിട്ടുള്ള ആളെന്ന് പറയുന്നു. പക്ഷേ വേറൊരാൾ അവിടെ ഒന്ന് ബഹളം വെക്കുന്നുണ്ട്, വർഷയുടെ പരിചാൻ അയാളാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്.
അപ്പോൾ പറയുന്നുണ്ട് പേര് രാഘവനാണെന്ന് നമ്മുടെ വിവേക് ചോദിക്കുമ്പോൾ രാഘവൻ എന്നല്ല ശ്രീനാഥ് എന്നാണ് പേര് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോഴത്തേനും വിവേകിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് ചോദിക്കുന്നത്. അയാൾ നല്ല വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് വിവേക് ഇവൻ എന്തിൻ്റെ പുറപ്പാടാനി എല്ലാം വരുത്തി വെച്ചിട്ട് എൻ്റെ വർഷം എല്ലാത്തിൻ്റെ അവസ്ഥയിലെത്തിച്ചിട്ട് ഇനി അവൻ എന്നോട് ഇങ്ങനെ കാണിക്കാൻ വരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീടാണെങ്കിൽ റൂമിൽ ശിവയും അഞ്ജുവിനെയും അതുപോലെ അഭിയെയും കാണിക്കുന്നുണ്ട്. അഭി ആണെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരുടെ കാര്യത്തിലും അഭി ഓടി നടക്കുന്ന ഒരാളാണ്. വർഷയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടും അഭിക്ക് സങ്കടമൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അവൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം അഭിക്കും ഉണ്ട് കേട്ടോ. പക്ഷേ അഭി ഉറങ്ങുകയാണ്. ആ സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, ശിവ നീ ഉറങ്ങിയില്ലേ, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നു. അഭിക്ക് എങ്ങനെയാണ് ഉറക്കം വരുന്നത്? അവൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ. അഭിക്ക് എങ്ങനെയാണ് ഉറക്കം വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ സങ്കടമുണ്ട്, അവളത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമാണ്. പിന്നെ നമ്മളെപ്പോലെയല്ല, കുറച്ച് മനക്കെട്ടിയുള്ളവളാണെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് 4 പേർക്കും അത് തുല്യമായിട്ടല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൾക്ക് സങ്കടത്തിന് കമ്മിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ശിവ വീണ്ടും പറയുന്നുണ്ട്, അഞ്ജു ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുകയാണ്, അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് ശ്രീനാഥിൻ്റെയും വർഷയുടെയും ജീവിതത്തിൽ. കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ അഞ്ജു പറയുന്നുണ്ട്, ശ്രീയേട്ടനാണെങ്കിലോ അവളെ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്താണ്. അവൾ എത്രമാത്രം ബഹുമാനമാണ് ശ്രീയേട്ടന് കൊടുക്കുന്നത്. വിവേകിൻ്റെ സ്ഥാനത്താണെങ്കിലോ അവൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് വിവേക്. ഇപ്പോൾ ഇതിലിപ്പോൾ എന്താ പറയേണ്ടത് ശിവ? ഇവർ രണ്ടുപേരെയും അവൾക്ക് ഒരിക്കലും വിട്ടുകളയാനും സാധിക്കില്ല. അവർ രണ്ടുപേരും വർഷയ്ക്ക് ഒരു വേദനയും ഉണ്ടാക്കുകയില്ല. പിന്നെ എന്താണ് പ്രശ്നം ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് എന്താണെന്നറിയില്ല, പക്ഷെ അത് കണ്ടുപിടിച്ചേ ആവുള്ളൂ. എത്രയും പെട്ടെന്ന് വേണം അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന രീതിയിൽ തന്നെ ശിവയ്ക്ക് നല്ല സംശയമുണ്ട് എവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചെന്ന്. ബാക്കിയുള്ളവർക്കൊന്നും അത്രയ്ക്ക് തോന്നിയില്ലെങ്കിലും ശിവയ്ക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും പിറ്റേ ദിവസം രാവിലെ ആവുന്നു. അങ്ങനെ നമ്മുടെ വിവേകിൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. എന്താ വിവേക് ഇന്നലെ ഇവിടെയാണ് ഉറങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിയതൊന്നും പറയില്ല, വല്ലപ്പോഴും ഒന്ന് കണ്ണടച്ചു അത്രയേ ഉള്ളൂ. എന്നാൽ വിവേക് വീട്ടിലേക്ക് പോയിക്കോ, ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വായോ എന്ന് പറയുന്നുണ്ട്. എവിടെ അഭി എവിടെയെന്ന് പറയുന്നുണ്ട്. അഭി അവളുടെ ഒരു ക്ലയൻറ്റിനെ അവിടെ നിന്ന് കണ്ടു, ഒന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് വന്നാൽ മതി, ഞങ്ങളുണ്ടല്ലോ ഇവിടെ എന്ന് പറയുന്നു. ശിവ നിനക്ക് ജോലിക്ക് പോകണ്ടേ? ഒരാഴ്ചയ്ക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഞ്ജുവിന് തീർച്ചയായും പോകണ്ടേ? ഒരാഴ്ചയ്ക്ക് ഞാൻ ലീവ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അഞ്ജു ഒരുപാട് ലീവ് എടുക്കണ്ട, ജോലിയെ ബാധിക്കില്ലെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല വിവേക്, എനിക്ക് അവിടെ നിന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എന്നെ അങ്ങ് പറഞ്ഞു വിടരുതെന്ന രീതിയിൽ അഞ്ജു പറയുന്നുണ്ട്. എന്നാൽ വിവേക് പോയിട്ട് വായെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രീനാഥുണ്ട് വീണ്ടും കുടിച്ച് ബോധമില്ലാതെ വിവേകിൻ്റെ വണ്ടീൻ്റെ മുന്നിലേക്ക് വരുന്നു കേട്ടോ. ഇത് കാണുന്ന വിവേകിന് ദേഷ്യം വരുന്നു കേട്ടോ. കാരണം ഇയാൾ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി, വീണ്ടും വീണ്ടും ഇയാൾ വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ള രീതിയിൽ. എന്തായാലും വിവേകും ശ്രീനാഥും നല്ലൊരു പ്രശ്നത്തിലാവുക കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.